പോലും അറിയില്ല എന്ന് മാത്രമല്ല സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞത് നടന്മാരോ ഏതെങ്കിലും ആക്ടറോ ഏതെങ്കിലും സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തല കാണിച്ചു കൊടുത്തവരൊക്കെ ആയിരിക്കും. എന്നിട്ട് പോലും അതൊക്കെ നഷ്ടമാകുമ്പോൾ സങ്കടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. ലോകകപ്പ് കാണാൻ പറ്റിയില്ലല്ലോ, എനിക്കന്ന് പനി പിടിച്ചോയല്ലോ, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലായിപ്പോയല്ലോ. മുഅ്മിന് സങ്കടപ്പെടേണ്ടത് ഇതിനല്ല. മുഅ്മിനീങ്ങൾ സങ്കടപ്പെടേണ്ടത് അവരെ കൈപിടിച്ച് അല്ലാഹുവിലേക്ക് നയിക്കാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, അവരെ കാണാൻ പറ്റിയില്ലല്ലോ, അവരുടെ ദർസിൽ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, അവരുടെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലല്ലോ. ഇതിനാണ് അവരെ കാണാൻ പറ്റില്ലല്ലോ, ഇതിന് സങ്കടപ്പെടണമെന്നാണ്. യാ അല്ലാഹ്. ഇമാം അഅ്മശ് എന്നവരുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ മുഹമ്മദ്, അബൂ മുഹമ്മദ് എന്നവരെ, അഅ്മശ് എന്നവരെ ഹദീസ് പണ്ഡിതനാണ്. ഇക്തറൈതു ഹിമാറൻ ബിനിസ്ഫി ദിർഹമിൻ. അപ്പോൾ അഅ്മശ് എന്നവരുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇയാൾ വരുന്നത് ഇപ്പോൾ പറയാണ്, അഅ്മശ് എന്നവരെ, നിസ്ഫ് ദീനാർ, നിസ്ഫ് ദിർഹം, ഒരു വെള്ളി നാണയത്തിൻ്റെ പകുതി, അരനാണയം വാടകക്കെടുത്തിട്ടാണ് ഞാൻ ഈ കഴുതപ്പുറത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നത്. ഹദീസ് ഒന്ന് പറഞ്ഞു തരുമോ? അന്നത്തെ ആലിമ്യങ്ങളൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കും. ഇത് വിലയുള്ള സാധനമാണ്, ഇതങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റൂല. അഅ്മശ് എന്നവർ പറഞ്ഞു, അര ദിർഹമിന് വന്നതല്ലേ, നീ തിരിച്ചൊരു അര ദിർഹം എടുത്ത് വേറെ കഴുതെടുത്ത് പൊയ്ക്കോ, ദർസ് കഴിഞ്ഞിക്കണെന്ന് പറഞ്ഞു. സമയത്ത് എന്തേ എത്താതിരുന്നത് എന്ന്. അത് എത്താൻ പറ്റുന്ന ഒരാൾ സമയത്തെത്താത്തതിന് മഹാൻ കൊടുത്ത ശിക്ഷയായിരുന്നു എന്നാണ്. അല്ലാമ ഇബ്നു ഉയൈന മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പോഴേക്കും ഷെയ്ഖ് എന്നവരെ ഹദീസിൻ്റെ മത്തിനെത്തിയിട്ടുണ്ട്, സനദൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ സനദ് ഒരു വലിയ പഠനമാണ്. അപ്പം നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ അധികം മത്തിനാണ് ശർഹ് ചെയ്യുക. ശരിക്കും ഹദീസിൻ്റെ സനദുകൾ, സനദിലെ ഓരോ റാവിയെ സംബന്ധിച്ചും താബിഈനെ കുറിച്ചും അവരുടെ തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, അവരുടെ ജീവചരിത്രം, ഇത് വലിയൊരു ഇൽമാണ്. ആ ഇൽമ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ടാവും. ഹദീസ് പഠിക്കുക എന്ന് പറയുന്നത് മത്തിന് മാത്രമല്ല, മത്തിനാണ് ഹദീസ് ശരിയാണ്, പക്ഷെ ആ ഹദീസ് നമ്മിലേക്ക് വന്ന വഴി എന്ന സനദ് വലിയ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ സനദിനെ സംബന്ധിച്ചൊക്കെയാണ് ഹദീസ് പണ്ഡിതന്മാർ വലിയ ചർച്ച ചെയ്യുക. അപ്പോൾ നമ്മുടെ നാടുകളിലും പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രധാന ചർച്ച സനദിൽ വന്ന റാവിമാരുടെ വിഷയമാണ്. അത് വലിയൊരു ഇൽമാണ്. അപ്പോൾ ഇബ്നു ഉയൈന തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ആൾ വന്നപ്പോഴേക്കും സനദിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടുണ്ട്, മത്തിനില്ല നിൽക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ആ മത്തിന് ഞാൻ കേട്ടു ഷെയ്ഖ് അവറുകളെ, ഇബ്നു ഉയൈന തങ്ങളെ, എനിക്ക് ആ സനദൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബലഗത്ക ഹിക്മതുഹു വലസിമതക ഹുജ്ജതുഹു. ഹദീസ് ഞാൻ പറഞ്ഞെന്നല്ലോ, ആ ഹദീസിൻ്റെ മത്തിന് നീ മനസ്സിലാക്ക്, അതനുസരിച്ച് അമൽ ചെയ്യ്. ഇനി സനദ് മാറ്റി പറഞ്ഞ് നിനക്ക് വേണ്ടി ദർശെടുക്കാൻ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഉയൈന തങ്ങളെ ഒരാളെ ശാസിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? ഇൽമിൻ്റെ സദസ്സിനൊക്കെ ഒരു നിലം വിലയുണ്ട്. അത് എപ്പോഴെങ്കിലും കയറി വന്ന് എപ്പോഴും കിട്ടും. അങ്ങനെ പഴംപൊരുണ്ടാക്കി വെച്ച പോലെ കൊടുക്കണ സാധനമല്ല. ദർസിനൊരു സമയമുണ്ട്, അതിനൊരു ടൈം ടേബിളുണ്ട്. അവിടെ ടൈമിനെത്തിയാലേ കിട്ടുള്ളൂ എന്ന് ഹദീസ് പണ്ഡിതന്മാർക്ക് ഹദീസിൻ്റെ ഒരു ഇസ്സത്ത് കാക്കാൻ വേണ്ടി ചെയ്തത്. അതൊക്കെ അവർ എൽമ് കൊടുക്കാതെ അവർ അതിൽ എൽമിൻ്റെ ഹെർമാൻ ചെയ്തൊന്നും പറയരുത്, അതല്ല ഇതിൻ്റെ ഉദ്ദേശം. അവർക്കറിയാം ആരെയാണ് അവർ തഅദീബ് ചെയ്യുന്നത് എന്ന്. അലി ഇബ്നുൽ മദീനി ബസ്റക്കാരനാണ്, ഇറാഖുകാരാണ്. മഹാനായ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസ് കേൾക്കാൻ വേണ്ടി, ദർസ് പിറ്റേന്ന് ഉച്ചക്കായിരിക്കും, ആ ദർസ് കേൾക്കാൻ വേണ്ടി ബസ്റയുടെ പള്ളിയിൽ തലേന്ന് അസ്ർക്ക് വന്നിട്ട് ക്യാമ്പ് ചെയ്തിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ദർസ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അവരുടെ മസ്ജിദിലെത്തും അസ്ർ നിസ്കാരത്തിന്. എപ്പോഴാണ് ക്ലാസ് എന്നറിയോ? പിറ്റേന്നാണ്. പക്ഷെ പിറ്റേന്ന് വന്നാൽ ഷെയ്ഖ് കേൾക്കാൻ മാത്രം ഷെയ്ഖിൻ്റെ അടുത്തിരിക്കാൻ സീറ്റ് കിട്ടൂല. അപ്പം തലേന്ന് അസ്റിന് തന്നെ വന്നിരിക്കും. അങ്ങനത്തെ പണ്ഡിത ലോകം. അത് കിട്ടാതെ പോകുമോ എന്ന സങ്കടത്തിന് തലേന്ന് വന്ന് ബുക്ക് ചെയ്യാണ്. യാ അല്ലാഹ്, നമ്മൾ ഡോക്ടർമാരപ്പോൾ ബുക്ക് ചെയ്യും. അപ്പോയിൻമെൻറ്റ് കിട്ടാത്തവരാണെങ്കിൽ നേരത്തെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കും അല്ലേ? എൽമിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര പോയിട്ടുണ്ട്. മദീനത്ത് നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. എത്ര ദൂരം പോകണം യാ റബ്ബേ? കപ്പൽ കിട്ടിയപ്പോൾ കുറച്ച് ഷോർട്ടാവും, എന്നാലും അത്യാവശ്യമുണ്ട്. ജോർഡാനിൻ്റെ ബോർഡർ എത്തണ്ടേ, അഖബ കഴിയണ്ടേ ഈജിപ്തിലേക്ക് കടക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ഫലസ്തീൻ വഴി സീനാ മരുഭൂമി വഴി കരയിലൂടെ പോകണം. ഒറ്റ ഹദീസ് കേൾക്കാൻ ആ സ്വഹാബി അന്ന് ജീവിച്ചിരിക്കുന്നത് ഈജിപ്തിലാണ്, കെയ്റോവിലാണ്. മൂപ്പരെ കാണാൻ വേണ്ടി ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി യാത്ര പോയിട്ടുണ്ട് സ്വഹാബിമാർ. ഒറ്റ ഹദീസ്. നമ്മളിപ്പോൾ ഒരു ഇരുത്തത്തിൽ എത്ര ഹദീസ് കേൾക്കുന്നു? നമുക്ക് അതിൻ്റെ വല്ല നിലയും വിലയും തോന്നുന്നുണ്ടാവും.
ഇതിനൊക്കെ വലിയ വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അതുകൊണ്ട് നഷ്ടമാകുന്നത് തിരിച്ചെടുക്കാനുള്ളതാണ്. ജീവിതം വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമല് കൊണ്ട് ഈ ജീവിതത്തെ സജീവമാക്കണമെന്ന് സ്വഹാബിമാർ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് പുണ്യ നബിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്തെല്ലാം അയ്യുൽ അഅമാലി അഫ്ളലു, നബിയേ ശ്രേഷ്ഠമായ ഒരുപാട് അമലുണ്ട്, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണ് നബിയേ? എന്തിനാ സ്വഹാബിമാർ അങ്ങനെ ചോദിക്കാൻ കാരണം? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലേ? നല്ലത്, ഏറ്റവും കുറച്ചുകൂടെ നല്ലത്, ഏറ്റവും നല്ലത്, അതാണ് ഇപ്പോൾ ബെസ്റ്റ് നമ്മൾ പറയുന്നത്. ഏറ്റവും നല്ലത് ഏതാ നബിയെ? എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? ആ അമല് അതങ്ങ് ധാരാളം ചെയ്യാലോ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ അല്ലാമത്തുൻ മിൻ ഉലമാഇ സ്വഹാബ, ശരീരം കൊണ്ട് വളരെ മെലിഞ്ഞവരായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ, ഒരു മനുഷ്യൻ ഇരിക്കുന്ന ഹൈറ്റുള്ളൂ ഇബ്നു മസ്ഊദ് എന്നവർ നിന്നാലിരുന്നാണ്. നിങ്ങൾ ചെയറിലിരിക്കണില്ലേ? ഇബ്നു മസ്ഊദ് എന്നവർ നിർത്തിയാൽ നിങ്ങളുടെ തലയോളമേ ഉണ്ടാവുള്ളൂ, മൂപ്പര് നിന്നാൽ. അതുമാത്രമല്ല, ഒരു 35 കിലോയൊക്കെ ഭാരം മഹാനവർക്ക്, അത്രയും മെലിഞ്ഞ ആളായിരുന്നു എന്നാണ്. അന്നൊരു മരത്തിൻ്റെ മുകളിൽ അറാക്കുണ്ടല്ലോ, ഈ പല്ലേക്കുന്ന സാധനം, ആ ഒരു വടി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്മ കയറിയപ്പോൾ കാറ്റടിച്ചപ്പോൾ മരം കണ്ട് പോയപ്പോൾ മൂപ്പരൊപ്പം അങ്ങനെ പോകുന്നു, ഇങ്ങനെ ആടിക്കളിക്കുക. കാരണം തീരെ വെയിറ്റില്ല. ഇത് കണ്ടപ്പോൾ സ്വഹാബിമാർ ചിരിച്ചു. അപ്പം നബി ഞങ്ങൾ ഇടപെട്ടു. മൂപ്പർക്ക് വെയിറ്റില്ല എന്ന് കണ്ടിട്ട് ചിരിക്കുകയാണല്ലേ. നാളെ മീസാനിൽ വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഭാരമുള്ള ആളാണ് ഈ കനം കുറഞ്ഞ മനുഷ്യൻ എന്ന് മഹാനായ ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെക്കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതഅജബൂന മിൻ ഖിഫത്തി സാഖൈ, ഇബ്നു മസ്ഊദ് തങ്ങളുടെ കാലിൻ്റെ വണ്ണം കുറഞ്ഞത് കണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഫവല്ലാഹി ലഹുമാ അശദ്ദു ഫിൽ മീസാനി മിൻ ജബലി ഉഹദിൻ, നാളെ മീസാനിലേക്ക് വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഈ കാലുകൾക്ക് ഭാരമുണ്ട്. ഇവിടെ പറഞ്ഞു സഅൽതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു, നബിയേ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം എന്താണ് നബിയേ? ഖാല അസ്സലാത്തു അലാ മീഖാതിഹാ, അല്ലെങ്കിൽ അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ സമയമായാൽ ഉടനെ ചെയ്യലാണ്. എന്തല്ല പെണ്ണുങ്ങൾക്ക് പരിപാടിയല്ല, അസർ വരെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകുക. എന്നാൽ ഒരു ഒതുവുമ്പോൾ രണ്ടും കിട്ടുമല്ലോ. അസർ ബോർഡറിൽ കൊണ്ടുപോയി നിസ്കരിക്കുക അല്ലേ? ജമ്മു സൂർ എന്നൊക്കെ ചില പുസ്തകന്മാർ പറയത്, അത് വെയിലിമ കൊണ്ടുവന്ന് വെക്കണേ. അപ്പോൾ പറയും 10 മിനിറ്റ് ഉള്ളൂ, എന്നാൽ അമ്മ അവിടെ ഇരിക്കാട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതും കഴിഞ്ഞിട്ട് എണീക്കുക. അപ്പോൾ എന്താ ലുഹൂർ അങ്ങോട്ട് ലേറ്റായി പോയില്ലേ? അസർ കിട്ടും ശരി തന്നെയാണ്, പക്ഷെ ആ ലുഹൂറിന് അങ്ങോട്ട് ലേറ്റാക്കിയ വേണ്ട. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റല്ലേ വേണ്ടു. വേഗം ഒതു കൊടുത്തിട്ട് കിണറ്റൊന്നും മുക്കൊന്നും വേണ്ടല്ലോ, പൈപ്പ് തിരിച്ചാൽ കിട്ടൂലേ ഒതു കൊടുക്കാൻ. അവനവൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചൂടെ? ജോലി ചെയ്യുന്ന ഇടയിൽ വേഗം നിസ്കരിക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് കറി വെച്ചോളൂ, ഉപ്പേരി ഉണ്ടായിക്കോ, പപ്പടം പൊരിച്ചോ ഒക്കെ ചെയ്തോ. പക്ഷെ എന്ത് ചെയ്യുക, നിസ്കാരം നീട്ടി വെക്കണ്ട, അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തോളി. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു അമല. അത് ഓരോ ദിവസം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തുണ്ടാവും അവിടെ ചെന്ന് നോക്കിയാൽ? പിന്നെ മീൻകറിയും ഇറച്ചി വെച്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നിസ്കാരമൊന്നും കിട്ടാണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിസ്കാരം അതിൻ്റെ നേരത്ത് ചെയ്യൻ, ബാക്കിയുള്ളതിന് അതിനർഹിക്കുന്നത് കൊടുത്താൽ മതി. അസ്സലാത്തു അലാ മീഖാതിഹാ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? എന്തിനായി ശ്രേഷ്ഠമായത് ചോദിക്കുന്നത്? ഇനി തിരഞ്ഞെടുക്കാൻ സമയമല്ല, ഏറ്റവും മുന്തിയത് അത് വാങ്ങിക്കുക. പിന്നെ വേറെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ബിർറുൽ വാലിദൈൻ, മക്കളെല്ലാം അവരവരുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ അമല്. നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമല് പിന്നെ ബിർറുൽ വാലിദൈൻ, ഉമ്മയെ വാപ്പയെ ഖിദ്മത്ത് ചെയ്യലാണ്, അവരെ സന്തോഷിപ്പിക്കലാണ്. പിന്നെ ഞാൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ എന്താണ് നബിയെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യലാണ്. അത് സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ത്യാഗം കൊണ്ട്, ഒരു യുദ്ധമാസന്നമാവുകയാണെങ്കിൽ ജീവൻ കൊടുത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ ജിഹാദ് നടക്കും. അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. فسكت عن رسول الله صلى الله عليه وسلم ولو استزدته لزادني. പിന്നെ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. ഞാൻ നബിയോട് പിന്നെ എന്താണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നബി തങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായത്?
സ്വഹാബികളുടെ ചോദ്യം നോക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസാണ്, അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസ്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല, ഹബീബായ നബിയോട് ചോദ്യം ചോദിക്കപ്പെട്ടു. എന്താ ചോദ്യം? അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല അമൽ ഏതാ നബിയേ? ഏറ്റവും നല്ല അമൽ ഏതാ? അൽ ഈമാനും ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ഖൽബിൽ ഈമാൻ ഉണ്ടാവലാണ്. ഏറ്റവും നല്ല ഖൽബിയായ അമലാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. സുമ്മ മാദാ, പിന്നെ എന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യലാണ്. സുമ്മ മാദാ, പിന്നെന്താ നബിയേ? ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജാണ് എന്ന് പുണ്യനബി. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.